നമസ്കാരം. തിങ്കളാഴ്ച അനുവിൻ്റെ ജന്മദിനമാണ്. വിവാഹശേഷമുള്ള ആദ്യ ജന്മദിനം നാട്ടിൽ ആഘോഷിക്കാനാണ് മധുവിധു 6 ദിവസത്തിലൊതുക്കി അവർ മലേഷ്യയിൽ നിന്നും വിമാനം കയറിയത്. ജന്മദിനം മാത്രമല്ല, ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം കേരളത്തിലാകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഈ മോഹങ്ങളെയാണ് കൂടലിലെ അപകടം തകർത്തത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞകല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട നവദമ്പതിമാരും അച്ഛന്മാരും കേരളത്തിനാകെ ദുഃഖമാവുകയാണ്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന് കറുത്ത ഞായറാഴ്ചയാണ് ഈ ദിനം. 8 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ 15 ദിവസങ്ങൾക്ക് മുമ്പ് അനുവും നിഖിലും ഒരുമിച്ചു. അനുവിൻ്റെ പിറന്നാളും ആദ്യ ക്രിസ്മസിനായി ഇരു വീടുകളും ഒരുങ്ങിയിരുന്നു. ഇനി 15 ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹം നടന്ന അതേ പള്ളിയിലാണ് അവസാന യാത്രയ്ക്കായി അവരെത്തുന്നത്. 4 പേരുടെയും ഇടവക ദേവാലയം ഒന്നാണ്. കുട്ടിക്കാലം മുതൽ ഓടി നടന്ന പള്ളി. വിദേശത്ത് നിന്നും ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുകയെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഒരേ ദിവസം തന്നെ സംസ്കാര ശുശ്രൂഷകൾ നടത്താനാണ് ആലോചന. വിവാഹശേഷം മലേഷ്യയിൽ മധുവിധു ആഘോഷിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് നവദമ്പതികൾ അപകടത്തിൽപ്പെട്ടത്. ഇരുവരെയും സ്വീകരിക്കാനായി പോയ 2 പേരുടെയും അച്ഛന്മാരും അപകടത്തിൽ മരിച്ചു. മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്ന് മത്തായി ഈപ്പനും ബിജു പി ജോർജും തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം മക്കളെ അറിയിച്ചിരുന്നു. രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത്. വീടെത്തുന്നതിന് 7 കിലോമീറ്റർ മുൻപ് അപകടമുണ്ടായി. ബിജുവാണ് വണ്ടി ഓടിച്ചിരുന്നത്. ബിജു ഉറങ്ങിയതാണ് അപകട കാരണമായതെന്നാണ് നിഗമനം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ മുറിഞ്ഞകല്ല് ജംഗ്ഷന് സമീപമുള്ള ഗുരുമന്ദിരത്തിന് മുന്നിലായിരുന്നു അപകടം. നവംബർ 30-ന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചായിരുന്നു അനുവും നിഖിലും വിവാഹിതരായത്. നിഖിൽ കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനാണ്. അനു മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കി. ജനുവരിയിൽ അനുവും കാനഡയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട്. 2 പേരുടെയും വീടുകൾ തമ്മിൽ 1 കിലോമീറ്ററേ ദൂരമുള്ളൂ. ബിജു ഇന്നലെ പള്ളിയിലെ കരോൾ സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. രാത്രി 10 മണിക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത്. കരോൾ സംഘത്തോട് പറഞ്ഞിട്ടായിരുന്നു യാത്ര. എല്ലാവരുമായി നന്നായി സഹകരിക്കുന്ന വീട്ടുകാരാണെന്ന് നാട്ടുകാർ പറയുന്നു. സ്വകാര്യ ആശുപത്രിയിൽ സെക്യൂരിറ്റി മാനേജറാണ് പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ബിജു. സ്ഥിരം അപകടം നടക്കുന്ന പാതയാണിതെന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം കണ്ടത്. സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലമാണ്. ഈ റോഡ് നിർമ്മിച്ചതിന് ശേഷം ഒട്ടേറെ പേരാണ് അപകടത്തിൽ മരിച്ചത്. റോഡിൽ സ്പീഡ് ബ്രേക്കറില്ല. അലൈൻമെന്റ് ശരിയല്ലെന്ന് നാട്ടുകാരിൽ ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. വലിയ ശബ്ദം കേട്ടാണ് ഓടിയെത്തിയത്. തെലങ്കാനക്കാർ വന്ന വണ്ടിയായിരുന്നു. കാറിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് അനക്കമുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് അനക്കമുണ്ടായിരുന്നില്ല. വാഹനത്തിൽ നിന്ന് ലഭിച്ച ഫോണുകളിൽ നിന്ന് മല്ലശ്ശേരി വട്ടക്കുളഞ്ഞിയുള്ള ആളുകളാണെന്ന് അറിയാൻ കഴിഞ്ഞെന്നും മറ്റൊരു നാട്ടുകാരൻ പറഞ്ഞു. വിവാഹശേഷം ജോലി സ്ഥലത്തേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു നിഖിൽ. കാറിന്റെ മുൻവശം ആകെ തകർന്ന നിലയിലായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ചും ബാക്കി മൂവരും ആശുപത്രിയിലേക്കുള്ള വഴിയിലുമായിരുന്നു മരിച്ചത്. ബിജു ആയിരുന്നു കാർ ഓടിച്ചത്. ബിജുവും ഈപ്പൻ മത്തായും കാറിന്റെ മുൻ സീറ്റിലായിരുന്നു. അനുവും നിഖിലും പിൻ സീറ്റിലുമായിരുന്നു ഉണ്ടായിരുന്നത്. എയർ ബാഗ് ഒന്നും ഇല്ലാത്ത പഴയ കാറായിരുന്നു അപകടത്തിൽപ്പെട്ടത്. തല കീഴായി കിടന്ന നിലയിലാണ് നിഖിലിനെ പുറത്തെടുത്തത്. അപകടം നടന്ന ആളുകൾ ഓടിക്കൂടുമ്പോൾ അനുവിന് ജീവനുണ്ടായിരുന്നു. കാറിന്റെ ഒരു ഡോർ മാത്രമാണ് അപ്പോൾ തുറക്കാൻ സാധിച്ചത്. അതിലൂടെ അനുവിനെ വേഗം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലേക്കുള്ള വഴിമതിയായിരുന്നു അനു മരിച്ചത്. ബാക്കിയുള്ളവരെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അപ്പോഴേക്കും അവർ മരിച്ചിരുന്നു. കാർ അമിത വേഗത്തിൽ വന്നിടിച്ചു എന്നാണ് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസിന്റെ ഡ്രൈവർ സതീഷ് പറയുന്നത്. കാർ വരുന്നത് കണ്ട് വേഗം കുറച്ച് വശത്തേക്ക് വാഹനം ഒതുക്കി. പക്ഷേ കാർ ഇടിച്ചു കയറി. ബസ് സാധാരണ വേഗത്തിൽ മാത്രമായിരുന്നുവെന്നും ഡ്രൈവർ സതീഷ് പറയുന്നു. ബസ്സിലുണ്ടായിരുന്നത് ഹൈദരാബാദ് സ്വദേശികളായ 19 തീർത്ഥാടകരായിരുന്നു.